കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർ മരണവിവരം അറിയിച്ചിരുന്നതാണ് ആരോപണം. ഭർത്താവിന്റെ അമ്മയുമായി ജിസ്നയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും ഭർത്താവ് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളുകയാണ് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ. സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഇരുവരും തമ്മിൽ വഴക്കോ മറ്റോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യയെന്നും ശ്രീജിത്തിന്റെ ബന്ധുക്കൾ പറയുന്നു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഈ ജിസ്നയുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബം ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെയാണ്, ഭർത്താവിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ബാലുശ്ശേരിയിലെ വീട്ടിൽ ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വയസ്സുള്ള മകൻ മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. ജോലിക്ക് പോയ ഭർത്തൃപിതാവ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണുകയും പിന്നീട് മരിച്ചുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അവർ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ മരണത്തിന് കാരണം, അല്ലെങ്കിൽ എന്തിനാണ് മരണം തെരഞ്ഞെടുത്തത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കേളകത്താണ്, കണ്ണൂർ കേളകത്താണ് ഈ ജിസ്നയുടെ നാടുള്ളത്. അവിടെ നിന്നും പിന്നീട് ഒരു പ്രണയ വിവാഹമായിരുന്നു ഇരുവരും തമ്മിൽ നടന്നതും. കേളകത്തു നിന്നും എത്തിയ ബന്ധുക്കൾ പോലീസിൽ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഭർത്താവിന്റെ ശ്രീജിത്തിന്റെ പീഡനം മൂലമാണ് മരണം സംഭവിച്ചത്. ശ്രീജിത്തിന്റെ അമ്മയുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല ജിസ്നയുള്ളത്. ഇരുവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ശ്രീജിത്ത് ഈ ജിസ്നയെ മർദ്ദിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഇവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ശേഷമാണ് ഇരുവരും തമ്മിൽ വീണ്ടും യോജിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്ന കാര്യമൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ മരണം സംഭവിച്ച ശേഷം വീട്ടിലേക്ക് നേരിട്ട് വിളിച്ച് അവർ ഇക്കാര്യം പറഞ്ഞില്ല എന്നതും ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നു. കാരണം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ ശ്രീജിത്തിന്റെ അയൽവാസികളായ ആളുകൾ, അല്ലെങ്കിൽ ബന്ധുക്കളായ ആളുകൾ ബാലുശ്ശേരി പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസാണ് പിന്നീട് അനന്തര നടപടികൾ കൈക്കൊള്ളുകയും ഈ ജിസ്നയുടെ കുടുംബത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ശ്രീജിത്തിന്റെ കുടുംബം നേരിട്ട് തങ്ങളെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവർ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉറച്ചു നിന്നപ്പോഴും പിന്നീട് നമ്മളടക്കമുള്ളവർ അവരെ സമീപിച്ചപ്പോൾ അവർ പക്ഷേ ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയാൻ തയ്യാറാവുകയുണ്ടായില്ല. തങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് എന്തടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതേസമയം ഈ ശ്രീജിത്തിന്റെ ബന്ധുക്കളും ഈ ശ്രീജിത്തിന്റെ അയൽവാസികളും, അതായത് ജിസ്ന ജീവിച്ചിരുന്ന വീടിന്റെ അടുത്തുള്ള അയൽവാസികളും പറയുന്നത് ഇരുവരും തമ്മിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. പുറത്തും അകത്തുമൊക്കെ അവർ വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന 2 പേരാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളോ അത്തരം മറ്റ് ദുശീലങ്ങളൊന്നും ഉള്ള ആളല്ല ശ്രീജിത്ത്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. മറ്റ് പലതരത്തിലുള്ള ജോലികൾക്കും പോകാറുമുണ്ട്. അതുകൊണ്ട് ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അടുത്ത ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ചയായി ജിസ്ന കണ്ണൂർ കേളകത്തെ ജിസ്നയുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. സാധാരണഗതിയിൽ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാറുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോയതാണ് എന്ന് ജിസ്നയുടെ കുടുംബവും പറയുന്നില്ല. കുറച്ച് ദിവസമായി തന്റെ കുടുംബത്തിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജിസ്നയെ അവിടേക്ക് പറഞ്ഞയച്ചിരുന്നു. അതിനുശേഷം 3 ദിവസം മുമ്പാണ് തിരിച്ച് ബാലുശ്ശേരിയിലെ വീട്ടിലെത്തുകയും ചെയ്ത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ, അതായത് 2 ആഴ്ച പോയപ്പോൾ ഈ അടുത്ത ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജിസ്ന സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഇതുപോലുള്ള ഭർത്തൃ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ജിസ്ന സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഈ വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി പോലീസ് അതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന നടത്തുകയും അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുകയും ചെയ്യും. നമ്മൾ ഈ ജിസ്നയുടെ കുടുംബത്തിലുള്ളവരുമായും സംസാരിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെങ്ങാൻ, അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ ഇന്നലെയോ അടുത്ത ദിവസങ്ങളിലൊന്നും ഇത്തരത്തിലൊരു പരാതി, അല്ലെങ്കിൽ ഈ ഭർത്തൃ വീട്ടിലെ പീഡനവുമായി ബന്ധപ്പെട്ട പരാതിയോ പ്രശ്നങ്ങളോ ഒന്നും ഉന്നയിച്ചിരുന്നില്ല. നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഇരുവരെയും ബന്ധുക്കൾ ഇടപെട്ട് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അത് ശ്രീജിത്തുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, അതിൽ കൂടുതൽ ഈ അമ്മയുമായുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് പറഞ്ഞു തീർത്തു. ഒപ്പം ചില കടബാധ്യതകളും മറ്റുമൊക്കെ ശ്രീജിത്തിനുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് പരിഹരിക്കാവാൻ അപ്പുറം
കടബാധകളില്ല. അടുത്തിടെയാണ് ശ്രീജിത്ത് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിച്ചത്. അത്തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തതിനപ്പുറം അല്ലെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ശ്രീജിത്തിനുണ്ടായില്ലെന്നും ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വേണം. അത് പോലീസ് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വശത്ത് ഈ ജിസ്നയുടെ കുടുംബം പറയുന്നു ഭർത്താവിൻ്റെ പീഡനത്തിനിരയായി ഭർത്തൃമാതാവിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറുവശത്ത് ഇത്തരത്തിലൊരു പ്രശ്നവും ഈ കുടുംബത്തിലുണ്ടായിരുന്നില്ല. മറിച്ച് 2 ആഴ്ചയോളം വീട്ടിൽ നിന്ന ശേഷം തിരിച്ച് ഈ ബാലുശ്ശേരിയിലേക്ക് എത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പോക്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അയൽവാസികളിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ, അതായത് ശ്രീജിത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അയൽവാസികളൊക്കെ പറയുന്നത്. ജിസ്നയും നല്ല രീതിയിൽ തന്നെ അയൽവാസികളോട് ഇടപെട്ടിരുന്ന ഒരു വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജിസ്ന എന്ന യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്.